നമസ്കാരം. ട്രംപിന്റെ ഭരണത്തിന്റെ ആദ്യ 60 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അമേരിക്കയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? കുടിയേറ്റം, ഉപഭോഗ സംസ്കാരം, ശാസ്ത്രം, പരിസ്ഥിതി, വിദ്യാഭ്യാസം, അഭിപ്രായ സ്വാതന്ത്ര്യം തുടങ്ങി പല കാര്യങ്ങളും ട്രംപ് പല മാറ്റങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം കുടിയേറ്റ നിയമങ്ങളിൽ കൊണ്ടുവന്നതാണ്. മിക്ക രാജ്യത്തു നിന്നുള്ള ആളുകൾ അമേരിക്കയിലുണ്ട്. 18,000-ലധികം ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക നാടുകടത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറച്ച തീരുമാനം തന്നെയാണ് എടുത്തത്. ട്രംപിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആളുകളെ തിരിച്ചയക്കാൻ തുടങ്ങിയിരുന്നു. തിരിച്ചയച്ച ഇന്ത്യക്കാരെ അമൃത്സറിൽ ഇറക്കി. ജനുവരി മുതൽ അമേരിക്കയിൽ നിന്ന് 388 ഇന്ത്യക്കാരെ നാടുകടത്തിയെന്നാണ് കണക്കുകൾ. 3 വിമാനങ്ങളിലായിട്ടാണ് ഇവരെ എത്തിച്ചത്. നാടുകടത്തിയ ഇന്ത്യക്കാരോടുള്ള മോശം പെരുമാറ്റത്തെക്കുറിച്ച് നിരവധി വാർത്തകൾ ഉണ്ടായിരുന്നു. ചില രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ഗ്വാണ്ടനാമോ ബേയിലെ സൈനിക താവളത്തിൽ പാർപ്പിച്ചു. ഗ്രീൻ കാർഡ് ഉള്ളവരുടെയും H-1B വിസയിൽ ജോലി ചെയ്യുന്നവരുടെയും ഒക്കെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണെന്ന് പറയാം. വിനോദസഞ്ചാരികളെ പോലും ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് പറയുന്നത്. US-ൽ ജനിക്കുന്ന ഏതൊരാൾക്കും പൗരത്വം നൽകുന്ന രീതിക്കെതിരെ വരെ ഡൊണാൾഡ് ട്രംപ് സുപ്രീം കോടതിയിൽ പോവുകയും ചെയ്തു. കുടിയേറ്റക്കാരെ നാടുകടത്താൻ ഇത്ര ഉറച്ച തീരുമാനമെടുത്ത ട്രംപിന് പോലും ജർമ്മൻ വേരുകൾ ഉണ്ടെന്ന് പറയാതിരിക്കാനാവില്ല. മെലാനിയ ട്രംപ് സ്ലൊവേനിയയിൽ നിന്നുള്ളതാണ്. വെൻസിൻ സ്കോട്ട്സ് ഐറിഷ് പാരമ്പര്യമുണ്ടവർക്ക്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്ത 2 വർഷം താൽക്കാലികമായി താമസിക്കാൻ അനുവദിക്കുന്ന പ്രത്യേക പരോൾ പദ്ധതി റദ്ദാക്കി എന്നതാണ്. ഇതിന്റെ ഭാഗമായി US-ൽ നിന്ന് പുറത്തു പോകേണ്ടി വരിക 5,30,000 പേർക്കാണ്. ക്യൂബ, ഹെയ്തി, നിക്കാരാഗ്വ, വെനസ്വേല എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബൈഡൻ ഭരണകാലത്ത് പ്രത്യേക പദ്ധതി ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് കുടിയേറിയത്. ഇവരെല്ലാം ഉടൻ നാടുവിടേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന വിവരം. കുടിയേറ്റത്തെ നിയന്ത്രിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം സ്വീകരിച്ച പുതിയ നയങ്ങളുടെ ഭാഗമായിട്ടാണ് നടപടി. ഏപ്രിൽ 24-നകം ഇവർ അമേരിക്ക വിടണമെന്നാണ് നിർദ്ദേശം. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് കുടിയേറ്റക്കാർക്ക് അനുവദിച്ച 2 വർഷത്തെ പരോൾ അവസാനിപ്പിക്കുകയാണെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ സ്പോൺസർമാരുണ്ടെങ്കിൽ വ്യോമമാർഗം വഴി രാജ്യത്തേക്ക് പ്രവേശിക്കാനും 2 വർഷം തങ്ങാനും ജോലി ചെയ്യാനും കഴിയുന്ന പ്രത്യേക പദ്ധതിയാണ് ട്രംപ് റദ്ദാക്കിയത്. ഈ പ്രത്യേക പദ്ധതി പ്രകാരം അമേരിക്കയിൽ എത്തിയതിനു ശേഷം വിസ കാലാവധി കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അമേരിക്കയിൽ തങ്ങുന്ന നിരവധി കുടിയേറ്റക്കാർ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. 2022-ൽ ജോ ബൈഡൻ ആരംഭിച്ച പരോൾ എൻട്രി പ്രോഗ്രാം ആദ്യഘട്ടത്തിൽ വെനസ്വേലയിലുള്ളവർക്ക് വേണ്ടി മാത്രമായിരുന്നു. 2023-ൽ ക്യൂബ, ഹെയ്തി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പദ്ധതി വ്യാപിപ്പിച്ചു. കുടിയേറ്റത്തെ നിയന്ത്രിക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അക്ഷരം പ്രതി നടപ്പിലാക്കാൻ തയ്യാറായ ട്രംപ് അധികാരത്തിലേറിയ അന്ന് തന്നെ പരോൾ പ്രോഗ്രാം റദ്ദാക്കി. 2022 മുതൽ രാജ്യത്തേക്ക് കുടിയേറിയ 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ 1 മാസത്തിനകം ഇനി നാടുവിടേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇനി ഈ കുടിയേറ്റം ഇത്ര കടുപ്പിക്കുന്നതുകൊണ്ട് അമേരിക്ക നേരിടാൻ പോകുന്ന ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. US-ലേക്ക് കൂടുതൽ ആളുകൾ വരാത്ത സ്ഥിതി ഉണ്ടായാൽ അത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സോഫ്റ്റ്വെയർ, AI പോലുള്ള മേഖലകളിൽ US കമ്പനികൾക്ക് കൂടുതൽ ജോലികൾക്ക് ആളെ കിട്ടാത്ത സ്ഥിതിയാകും. ഇത് തൊഴിലവസരങ്ങൾ കുറയ്ക്കും. കുടിയേറ്റക്കാർ കുറഞ്ഞാൽ തൊഴിലാളികളുടെ ക്ഷാമം ഉണ്ടാകും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയാണ്. ഇത് ശമ്പളവും വിലയും കൂട്ടാൻ സാധ്യതയുണ്ട്. സാധനങ്ങളുടെ ഡിമാൻഡ് കുറയുകയും മാന്ദ്യം ഉണ്ടാവുകയും ചെയ്യും. ട്രംപ് കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനിയും ലോകം എന്തെല്ലാം ട്രംപിന്റെ തീരുമാനങ്ങൾ കാണാനിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.